ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കൈറ്റ് GNU ലിനക്സ് അതായത് കൈറ്റ് OS എന്ന വിർച്വൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതിനു മുമ്പായി എന്താണ് വിർച്വൽ കമ്പ്യൂട്ടർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു കമ്പ്യൂട്ടറിനകത്ത് മറ്റൊരു കമ്പ്യൂട്ടർ എടുക്കുന്നതിനെയാണ് വിർച്വൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വിർച്വൽ കമ്പ്യൂട്ടറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വിർച്വൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയ പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിനെ ബാധിക്കില്ല എന്നതാണ്. അതായത് വിർച്വൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും തരത്തിലൊരു വൈറസോ അതുപോലെ ഹാംഫുൾ ആയ സംഭവം നടന്നാലും നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനോ സോഫ്റ്റ്വെയറിനോ അതിന്റെ സിസ്റ്റത്തിനോ ഇത് അഫക്റ്റ് ചെയ്തില്ല. വിർച്വൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിൽ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാനാണ്. എന്നാൽ കൈറ്റ് GNU ലിനക്സ് എങ്ങനെയാണ് വിർച്വൽ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഉബുണ്ടുവിന്റെ ISO നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി വിർച്വൽ ബോക്സ് എടുക്കാം. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് OSകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൈറ്റ് OS എടുക്കാൻ വേണ്ടി നമ്മൾ ന്യൂ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് OSന്റെ പേര് ടൈപ്പ് ചെയ്തു. ഇനി OS ഏത് ടൈപ്പാണ് ലിനക്സ്, അതിൽ ഏത് വേർഷൻ, അതായത് ഉബുണ്ടു 80.4 LTS ബയോണിക് ബിഹേവിയർ 64 ബിറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 2 GB നമ്മൾ ബേസ് മെമ്മറി 2 GB അനുവദിച്ചിട്ടുണ്ട്, പ്രോസസ്സറും 2 പ്രോസസ്സർ. ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഹാർഡ് ഡിസ്കിന് വേണ്ട സ്പേസ്, അതായത് നമ്മുടെ ഈ വിർച്വൽ ഹാർഡ് ഡിസ്കിന് വേണ്ട സ്പേസ് ആണ് 100 GB. അവസാനം ഇതിന്റെ ഇൻഫർമേഷൻസ്, അതായത് സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടുള്ള ബേസ് മെമ്മറിയും പ്രോസസ്സറും ഡിസ്ക് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ മെമ്മറി ഇൻക്രീസ് ചെയ്യുക. സ്റ്റോറേജിനകത്ത് Ctrl+IDE empty കിടക്കുന്നു. അത് നമ്മൾ സെലക്ട് ഡിസ്ക്, അതിലെ ചൂസ് ഡിസ്ക് ഫയല് ക്ലിക്ക് ചെയ്തിട്ട് കൈറ്റ് GNU ലിനക്സ് ലൈറ്റ് ISO ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിംഗ് എന്റർ ചെയ്യുക. അങ്ങനെ ഉബുണ്ടുവിന്റെ ഡെസ്ക്ടോപ്പ് ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ വിൻഡോ വന്നിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാം. ലാംഗ്വേജ് കീബോർഡ് ലേഔട്ട് കണ്ടിന്യൂ. നോർമൽ ഇൻസ്റ്റാളേഷനോ മാനുവൽ ഇൻസ്റ്റാളേഷനോ? നോർമൽ ഇൻസ്റ്റാളേഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടിന്യൂ. ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു. ഇവിടെ ഇറേസ് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ വിർച്വൽ ബോക്സിന്റെ ഡിസ്ക് ആണ്, അല്ല നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിന്റെ ഡിസ്ക് അല്ല. അതുകൊണ്ട് ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു തന്നെ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഇഫ് യു കണ്ടിന്യൂ ഇറ്റ് ചേഞ്ചസ് ലിസ്റ്റഡ് ബിലോ വിൽ ബി റിട്ടേൺ ഇൻ ദ ഡിസ്ക്. അതായത് ഇതിനകത്ത് ഡിസ്ക് പാർട്ടീഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് കൽക്കട്ട. കണ്ടിന്യൂ. ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നെയിമും കമ്പ്യൂട്ടറിന്റെ നെയിമും യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ലോഗിൻ ഇൻ ഓട്ടോമാറ്റിക്കലി, നമ്മൾ ലോഗിൻ ഇൻ ഓട്ടോമാറ്റിക്കലി കൊടുത്താലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഉബുണ്ടു ഓൺ ആക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആ പാസ്വേഡ് സ്വാഭാവികം മറന്നുപോയെന്നിരിക്കാം. അതുകൊണ്ട്
റെക്യൂർ മൈ പാസ്വേഡ് ടു ലോഗിൻ സെലക്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ എപ്പോൾ ഉബുണ്ടു തുറക്കുന്നു അന്നേരം ഈ പാസ്വേഡ് ചോദിക്കും. അപ്പൊ നമ്മുടെ തലയിൽ ഓർമ്മ നിൽക്കും. അങ്ങനെ നമ്മൾ ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ആ പാസ്വേഡ് ഒരിക്കലും മറക്കത്തില്ല. ഇനി നമ്മൾ ഇൻസ്റ്റാളേഷനിലേക്ക് പോവാണ്. അതിന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് മിനിറ്റുകൾ എടുക്കും ഇത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി. പ്ലസ് എന്റർ എന്ന് കിടപ്പുണ്ട്. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു പെൻ ഡ്രൈവ് കുത്തിയിട്ടായിരിക്കും ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആ പെൻ ഡ്രൈവ് സാധാരണ ഊരി മാറ്റിയിട്ടാണ് എന്റർ കുത്തുക. എന്നാൽ വിർച്വൽ കമ്പ്യൂട്ടറിൽ നമ്മൾ പെൻ ഡ്രൈവിന്റെ സഹായമില്ലാതെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്റർ മാത്രം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്.